ഹായ് പ്യാരെ വെച്ചോ സാറാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പാഠഭാഗമായിരുന്നു ഗർ എന്നുള്ള പാഠഭാഗം അല്ലേ. അതിമനോഹരമായിട്ടുള്ള പ്രഭാത് എഴുതിയ ഒരു കഹാനിയാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും പറയുന്ന ആദ്യത്തെ പാഠഭാഗം ഗർ എന്നുള്ള പാഠഭാഗം. അപ്പൊ ഇതിലെ വളരെ പ്രധാനപ്പെട്ട മെയിൻ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ ഈ ക്യാരക്ടേഴ്സിനെ കൃത്യമായിട്ട് എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം. നിങ്ങളോട് പരീക്ഷയിൽ ആ ക്യാരക്ടർ സ്കെച്ച് മുതൽ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ശ്രീമാൻ ഫർഹാദ്, നമ്മുടെ ഈ ഒരു ഗർ എന്നുള്ള പാഠഭാഗത്തിലെ ഏക മനുഷ്യ കഥാപാത്രമാണ് ഫർഹാദ്. ഇതെന്റെ മക്കൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ആരുണ്ട്? ചിപ്കലി ഉണ്ട്. ചിപ്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിയാണ്. ഗിർഗിറ്റ് ഉണ്ട് അഥവാ ഓന്തുണ്ട്. മഗടി എന്ന് പറഞ്ഞാൽ എട്ടുകാലിയാണ്. അതേപോലെ തത്തയ്യ എന്ന് പറഞ്ഞാൽ കടന്നലാണ്. അതേപോലെ മച്ചർ ഉണ്ട്. മച്ചർ എന്ന് പറഞ്ഞാൽ കൊതുകാണ്. അതേപോലെ മക്കിയാം ഈച്ചകളുണ്ട്. അതേപോലെ കാലിച്ചീണ്ടി കറുത്ത ഉറുമ്പുകളും നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഗിൽഹരിയുണ്ട്, അണ്ണാനുണ്ട്. അതേപോലെ ചൂഹ എലിയും കൂടിയുണ്ട്. അതേപോലെ മേണ്ടക്കിയാം തവളകളും നമ്മുടെ ഈ ഒരു ഗർ എന്നുള്ള പാഠഭാഗത്തിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ ഗർ എന്നുള്ള പാഠഭാഗത്തിലൂടെ പ്രഭാത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കഥാപാത്രങ്ങൾ. അപ്പൊ ഇതിൽ ഒരേ ഒരു മനുഷ്യ കഥാപാത്രമേ ഉള്ളൂ, അത് ഫർഹാദ് ആണ്. നമുക്ക് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് ഫർഹാദ് ആണ് വരുന്നത്. ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധ്യതയുള്ളതാണ് ഫർഹാദിനെ കുറിച്ച്. അപ്പൊ അതൊക്കെ എന്റെ മക്കൾ അറിഞ്ഞു വെക്കണം. അപ്പൊ നമ്മുടെ മാരത്തോണുകളൊക്കെ എന്റെ മക്കൾ പങ്കെടുക്കുക. ബൈ.